ശരീരമെല്ലാം രക്തം പറ്റിയിരിക്കുന്നു. കെട്ടി തൂക്കിയിട്ട് വെടിവെച്ച്. മൈ ഗാഡ്, ഇറ്റ്സ് ഡയബോളിക്. ഇത് ഒരാൾ ചെയ്താണോ അതോ ഗ്രൂപ്പായിട്ട് ചെയ്താണോ ചീഫ്? നോ, ഇതുപോലുള്ള സിഗ്നേച്ചർ ക്രൈം ആയതുകൊണ്ട് ഒരാളായിരിക്കും. പക്ഷേ എന്താ ഈ ഡോക്ടറുടെ ഡ്രസ്സ്? സാർ ഇങ്ങോട്ട് നോക്കിക്കേ. കോട്ടിൽ ബുള്ളറ്റ് ഹോൾസ് ഇല്ല, പക്ഷേ വെടിയേറ്റിട്ടുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് അതിനുശേഷം ഡോക്ടറുടെ കോട്ട് ഇടിച്ചാണെന്ന് തോന്നുന്നു. ശരിയാണ് സാർ. ചീഫ്, നമുക്ക് കിട്ടിയ പാവ ഓർക്കുന്നുണ്ടോ? ചുവന്ന ഷർട്ടിട്ട പാവ. ചുവന്ന ഷർട്ടല്ല, രക്തത്തിൽ മുക്കിയ വെള്ള ഷർട്ട്. രക്തമോ? ഫോറൻസിക് ലാബിൽ ചെക്ക് ചെയ്തായിരുന്നു. അത് ഹ്യൂമൻ ബ്ലഡ് അല്ല, ആടിന്റെ ചോര. ഗുഡ് ജോബ്. ആടിന്റെ രക്തമാണെന്നൊക്കെ കണ്ട ഉടനെ അറിയൂ. പോടാ, അത് ട്രൈസോഡിയം മിക്സ് ചെയ്ത ആട്ടിൻ ചോരയാ. ഇപ്പൊ പറഞ്ഞെന്താ മനസ്സിലായില്ല? ബ്ലഡ് വന്നാൽ അത് ഉടനെ ക്ലോട്ട് ആവും. അത് കട്ടയാവാതിരിക്കാനുള്ള കെമിക്കലാണ് ട്രൈസോഡിയം അസറ്റേറ്റ്. ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോഴും ബ്ലഡ് സ്റ്റോർ ചെയ്യുമ്പോഴും ആഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? കോളിൻ ടെക്സ്റ്റ് നോവലിൽ ഒരു ക്രിമിനൽ ഇതാ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടതൊക്കെ വായിച്ചുകൊണ്ട് വന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? ഇത് ചെയ്തവൻ ഉറപ്പായും ഫാർമസിയും കെമിക്കലും ഒക്കെ അറിയുന്ന ഒരാളാണ്. Remove the mask. പൊതുപ്രവർത്തകനും ലോക്ശക്തി പാർട്ടി നേതാവുമായ ശ്രീ ശിവാനന്ദനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം ലക്ഷക്കണക്കിനുള്ള ആരാധകർക്ക് തങ്ങളുടെ ഉന്നമനത്തിനായി പോരാടുന്ന കറപുരളാത്ത ഒരു നേതാവിന്റെ വിയോഗ ദുഃഖമാണ് സമ്മാനിക്കുന്നത്. ആദ്യം മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടാവണം. സർ വരൂ സർ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല സർ, വണ്ടി കയറി സർ. ഞാൻ ശിവാനന്ദൻ. പക്ഷേ അയാൾക്ക് മയക്കുമരുന്ന് നൽകിയിട്ട് കൊന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ ഇയാളെ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 11 മണിക്കാണ്. ഇദ്ദേഹത്തിന് കൊടുത്ത മെഡിസിൻ്റെ എഫക്റ്റ് 1 മണിക്കൂർ നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ശരീരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെ നോക്കിക്കേ. കൊല്ലുന്നതിന് മുമ്പേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് രാത്രി 2 മണിക്കാണ്. മേ ബി കൊലപാതകി കൊല ചെയ്യുന്നതിന് മുമ്പായി ഇദ്ദേഹത്തോട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. പോസിബിൾ. കോസ് ഓഫ് ഡെത്ത് അസ്റ്റിക്സിയേഷൻ. കെട്ടിത്തൂക്കിയതുകൊണ്ടാണ് മരണം സംഭവിച്ചത്. കഴുത്തിന് താഴെയുള്ള ട്രാക്കിയ, അതായത് ലങ്സിനെ കണക്ട് ചെയ്യുന്ന വിൻ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. കഴുത്തിലെ മസിൽസും ചതഞ്ഞിട്ടുണ്ട്. വെർട്ടിബ്രൽ ആർട്ടറീസ് ഡാമേജ്ഡ് ആണ്. കഴുത്തിലുള്ള ഹയർഡ് ബോൺ ഒടിഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് ഒരു സാധാരണക്കാരനല്ല. അപ്പോൾ വെടിവെച്ചത്? വെടിയേറ്റിട്ടുണ്ട്, പക്ഷേ അത് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. 4 ബുള്ളറ്റ്സ്, എല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണ്. ഗൺ പൗഡറിൻ്റെ ഡെപ്പോസിറ്റ്സ് വെച്ച് നോക്കിയാൽ വളരെ ക്ലോസ് റേഞ്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 0.9 mm കാലിബർ ബുള്ളറ്റ്സ്. മരിക്കുമ്പോൾ എത്ര മണിയായി കാണും? ഏകദേശം 2നും 2:30 ഇടയ്ക്ക്. ടോർച്ചർ ചെയ്ത് കെട്ടിത്തൂക്കി തോക്കുകൊണ്ട് വെടിവെച്ച്. കൊല ചെയ്ത രീതി വെച്ച് നോക്കിയാൽ വൈരാഗ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം മിസ്റ്റർ രഞ്ജൻ. ശിവാനന്ദനെ കൊണ്ട് ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുള്ള ആരും ആയിരിക്കാം.